ഇന്ന് ജനുവരി 23. സമയം എന്താ കണ്ടല്ലോ, പുലർച്ചെ 1:54. ഒറ്റപ്പാലത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള ഒരു ട്രെയിൻ കയറാൻ പോവാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ടാനിയുടെ കല്യാണം നിന്നാണ്. അപ്പോൾ ട്രെയിനൊക്കെ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഇങ്ങനെ സീനറിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അവസാനം ഒരു രാവിലെ 7:15 ആകുമ്പോഴേക്കും കൊല്ലം എത്തി. കൊല്ലം എത്തിയ ഉടനെ തന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നേരെ ചെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു ഹോട്ടലിൽ നിന്ന്. സംഭവം അത്യാവശ്യം കത്തിയായിരുന്നെങ്കിലും ഫുഡ് ഓക്കെ എന്നുള്ള രീതിയിൽ കഴിച്ചിറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ പാട്ടും വെച്ച് പോകുന്നത് ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. അതിനുശേഷം ഒരു പ്രൈവറ്റ് ബസ് കയറി ശക്തികുളങ്ങര എത്തി. പള്ളിയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെക്കനും പെണ്ണും വന്നു. അവരങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൈറ്റ് ഗൗണിൽ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. ജോവലാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം ഉള്ളിൽ കയറിയ ഉടനെ തന്നെ പള്ളിയിലെ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ മിന്നുകെട്ട്, അത് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. കുറേ എണ്ണത്തിനൊക്കെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ടാനി ഒരു നല്ല സിംഗർ ആയതുകൊണ്ട് തന്നെ ടാനിയുടെ പാട്ടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ടാനിയുടെ പ്രാർത്ഥന ആദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ക്രിസ്തീയ ഗാനമെന്ന് തോന്നുന്നു ടാനിയെ പാടിയിട്ടുണ്ടായിരുന്നു. പള്ളിക്കകത്തുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്ന് കേക്ക് കട്ടിങ് സെറമണി ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങിന് ശേഷം റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും കയറി നിന്ന് ഫോട്ടോ എടുക്കാം. അതേ സമയത്ത് തന്നെ അവിടെ ഫുഡും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ഫുഡും അതിനകത്ത് നോൺ വെജ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഫിഷ്, അതുപോലെ ബീഫ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. എനിക്കന്ന് വന്ദേ ഭാരതിനായിരുന്നു ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക് ഷൊർണൂരേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം വന്ദേ ഭാരതിനെ കാത്തു നിന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വന്ദേ ഭാരതത്തിൽ കയറണം എന്നുള്ളത്. അങ്ങനെ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. വന്ദേ ഭാരതിൽ കയറി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സ്നാക്സ് കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ സ്നാക്സ് ഓരോന്നും നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ടീ ആയിരുന്നു. ചൂടുവെള്ളം കൊണ്ടു തന്ന സമയത്ത് ചായപ്പൊടി ഇട്ട് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി അത് കുടിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചോക്ലേറ്റ് പോപ്കോൺ, കാരമൽ പോപ്കോൺ എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. അതും നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ ഉണ്ടായിരുന്നത് ഒരു കുപ്പി വെള്ളം അത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചീടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തരം മിക്സർ ഉണ്ടായിരുന്നു. അതുപോലെ ക്രീം ബണ്ണും നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ ഒരു ഉഴുന്നുവട ഞാൻ ചായ കുടിച്ച സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ അകത്താക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ജനലിൻ്റെ അവിടെ നോക്കിയിരുന്ന് കുറച്ച് നേരം സമയം പോയി. ഏതാണ്ട് ഒരു എറണാകുളം സ്റ്റേഷനൊക്കെ എത്താറാവുന്ന സമയത്താണ് നമുക്ക് അടുത്ത ഫുഡ് വന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഭാഗങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയേക്കാമെന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ സുജിത് ഭക്തൻ്റെയൊക്കെ വീഡിയോയിൽ ചെന്നൈയിലൊക്കെ ട്രെയിൻ പോകുന്ന സമയത്ത്, ചൈനയിലൊക്കെ ട്രെയിൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ കാണിച്ചു തരും. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അടുത്ത സ്റ്റേഷനാണ് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മംഗലാപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അതുകൊണ്ട് അതിനകത്ത് കന്നഡയിലും മലയാളത്തിലും ഒരേ സമയത്ത് പറയുന്നുണ്ട്. കൂടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേഷൻ ഇന്നതാണ്, അതുപോലെ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കായി തുറക്കും, ആ സമയത്ത് മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഉപകാരമുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ എനിക്ക് പൊതുവേ ഫ്ലൈറ്റിനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വന്ദേ ഭാരത്. കാരണം ഉള്ളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഈ ലേഡീസ് ആയിട്ടുള്ള സ്റ്റാഫുകളെയൊന്നും കണ്ടില്ല. ആണുങ്ങളുടെ സ്റ്റാഫാണ് കൂടുതലും അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല രീതിക്ക് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്, ഫുഡ് കൊണ്ടു തരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ട്രെയിൻ പൊതുവേ ഫ്ലൈറ്റിനേക്കാളും പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ വന്ദേ ഭാരത് എനിക്ക് പൊതുവേ ഫ്ലൈറ്റിലുള്ള ട്രാവലിനേക്കാളും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എന്തായാലും ബാത്റൂമും കൂടി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇന്ത്യൻ ട്രെയിനിലെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ട് ബാത്റൂം നോക്കണമെന്ന് കരുതി നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യൻ ട്രെയിനിലൊന്നും ഞാൻ കയറിയിട്ട് ഇത്രയും നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു നല്ല രീതിക്കുള്ള വൃത്തി കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. കാരണം അതിനകത്ത് ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ ഒരു ടിഷ്യൂ പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്ത് തിരിച്ച് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിന്നർ കൊണ്ടു തന്നു. അപ്പോൾ ഡിന്നറിനകത്ത് കണ്ടല്ലോ, വെജിറ്റേറിയനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈസ്, ഡാല്, പനീർ, ഉരുളക്കിഴങ്ങ് പൊരിയൽ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി, ഒരു 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് തൃശ്ശൂർ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷൊർണൂർ എത്താറായി. അതും അവർ അനൗൺസ് ചെയ്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.